വർത്തമാന മലയാള നാടകവേദിയിലെ പ്രധാനികളിൽ ഒരാൾ ശ്രീ എമിൽ മാധവിയാണ് സോൾസേസിലെ ഇത്തവണത്തെ അതിഥി. നടൻ, സംവിധായകൻ, തിയേറ്റർ പ്രാക്ടീഷണർ, പോയട്രി പെർഫോമർ എന്നീ വിവിധ നിലകളിൽ അനന്യമായ പ്രതിഭ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കേരള സാഹിത്യ അക്കാദമിയുടേതുൾപ്പെടെ ധാരാളം പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ശ്രീ എമിൽ മാധവിക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, എല്ലാ മനുഷ്യന്മാർക്കും ജീവിതത്തിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്തിനായിരിക്കും ഒരാള് ആർട്ടിസ്റ്റ് ആവാൻ തീരുമാനിക്കുന്നത്? എല്ലാ മനുഷ്യരിലും ആർട്ടിന്റെ പല എലമെന്റുകളും ഉണ്ടാകുമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരു മനുഷ്യന്റെ ജീവിതം ആർട്ടിസ്റ്റായി ജീവിക്കാൻ അയാൾ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ എന്നെ തന്നെ ആലോചിച്ചിട്ട് പല സമയത്തും ചിന്തിച്ചിട്ടുണ്ട്. കാരണം നമുക്കൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരാളെയും ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിലോ വീട്ടിലോ ഒന്നും അങ്ങനെ, നിങ്ങൾക്ക് ആർട്ട് ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ പാട്ടുകാരനായിക്കോട്ടെ, നിങ്ങൾ നാടകത്തിൽ അഭിനയിക്കുന്നോട്ടെ, നിങ്ങൾ എന്തും ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ ഒരു പ്രൊഫഷനായി അത് തിരഞ്ഞെടുക്കാൻ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു സപ്പോർട്ടുള്ളതായിട്ട് കണ്ടിട്ടില്ല. അല്ലെ അത്തരം ഒരു പ്രൊഫഷൻ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. അപ്പം ഞാനും എൻ്റെ ഒരു ലൈഫിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ചെറുപ്പം മുതൽ നാടകവും അഭിനയവും ഒക്കെ ഇഷ്ടമുണ്ട്. നമ്മൾ കലോത്സവത്തിനകത്താണെങ്കിലും UP സ്കൂൾ മുതൽ ആർട്ടുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് നാടകമായിട്ട്. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ എൻ്റെ ഒരു പ്രൊഫഷൻ തിയേറ്ററായി മാറുന്നു. കാരണം നമുക്ക് അതിൻ്റെ ഒരു സ്കൂളിങ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്നത് നാടകം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തോ വലിയ മോശം കാര്യമാണെന്നുള്ളതാണ്. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കരുതുന്നത് നാടകക്കാരായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ തിയേറ്റർ പ്രാക്ടീസ് ചെയ്യുന്ന നമ്മുടെ നാട്ടിലുള്ള പലരും സാമ്പത്തികമായിട്ട് ഭയങ്കര വീക്കാണ് എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിലും ഞാൻ +2 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ +2 സയൻസ് ആയിരുന്നു എടുത്തത്. ഡിഗ്രി BSc കെമിസ്ട്രി ജോയിൻ ചെയ്യുന്നു. BSc കെമിസ്ട്രി കഴിയുമ്പം നമ്മളൊരു ലൈഫിൻ്റെ ഒരു പ്രധാന ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ലൈഫിൻ്റെ ക്ലാരിറ്റി ഒന്നും വന്നില്ലെങ്കിലും എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ MSc കെമിസ്ട്രി ചെയ്യേണ്ട ആളല്ല. എൻ്റെ കെമിസ്ട്രി ഇതിനകത്തല്ല ഇരിക്കുന്നത്. എനിക്ക് ആകെ എൻ്റെ മുന്നിൽ ആർട്ടിനോടുള്ളൊരു താല്പര്യം എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സ്പേസ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ചാലോ എന്നുള്ളൊരാഗ്രഹമാണ്. അന്ന് സ്കൂൾ ഓഫ് ഡ്രാമയെ കുറിച്ചൊന്നും ഞാൻ അത്ര അവെയർ അല്ല. കേട്ടിട്ടുണ്ട്, സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ പഠിച്ചിട്ടുള്ള ചില ആളുകളുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ച ആളുകളെ കുറിച്ചും അവരുടെ ഇൻ്റർവ്യൂസും അവരുടെ സിനിമകളും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ അവൈലബിൾ ആയിരുന്നു. സ്കൂൾ ഓഫ് ഡ്രാമ പഠിച്ച ആളുകളെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ അവരെ നാടകങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. നാടകം പഠിക്കേണ്ട ഒരു വിഷയമാണെന്നും അന്നപ്പം തോന്നിയിട്ടില്ല. അപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എൻട്രൻസ് എഴുതാനും അവിടെ അഡ്മിഷൻ കിട്ടാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു അന്വേഷണത്തിലാണ്. പക്ഷെ ആ വർഷം, ഞാൻ ഡിഗ്രി കഴിഞ്ഞ വർഷം പൂനെയിൽ പുതിയ ബാച്ചിനെ എടുക്കാത്തൊരവസ്ഥ വന്നു. ഒരുപാട് ബാച്ചുകൾ 3 വർഷത്തെ കോഴ്സ് 4ഉം 5ഉം വർഷമായിട്ട് ലാഗ് ചെയ്യുകയും പുതിയ ബാച്ചിന് അവിടെ അഡ്മിഷൻ ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ് എന്നോട് വളരെ ആർട്ടുമായിട്ട് ബന്ധമുള്ള ആളാണോ എന്നൊന്നും അറിയില്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് എൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കളക്ട് ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുന്നത് എന്താ അത്ര സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങാൻ ലേറ്റ് ആയത്. ഞാൻ പറഞ്ഞു എനിക്കിത് കിട്ടിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, ഞാനിങ്ങനെ സിനിമ പഠിക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഇപ്രാവശ്യം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആളെ എടുക്കുന്നില്ല. അപ്പം ഞാനിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അപ്ലൈ ചെയ്തു. ഞാൻ ഓക്കെ, അതൊരു നല്ല ഓപ്ഷനാണെന്ന് സെക്കൻഡ് തന്നെ എനിക്ക് തോന്നി. അപ്പം ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ വിളിക്കുമ്പോൾ അവർ ഇങ്ങനെയാണ് പറയുന്നത്, തിങ്കളാഴ്ച ഇൻ്റർവ്യൂ ആണ്, അപ്ലൈ ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്താ കാര്യം എന്നറിയില്ല, എൻ്റെ ഒരു അപ്രോച്ച് അവർക്ക് വളരെ ജെന്യുവനായി തോന്നിയോണ്ടാണോ എന്നറിയില്ല. എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, രജിസ്ട്രാറിൻ്റെ സ്പെഷ്യൽ പെർമിഷനുമായിട്ട് നിങ്ങൾ വന്നാൽ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ശനിയാഴ്ച ഞാൻ പോകുമ്പോൾ രജിസ്ട്രാർ ലീവാണ്. അപ്പോൾ ആകെ ഓപ്ഷൻ തിങ്കളാഴ്ച ലെറ്റർ കിട്ടും. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് അവിടെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യണം.
അപ്പം എങ്ങനെയായാലും യൂണിവേഴ്സിറ്റി, മലപ്പുറത്തുള്ള യൂണിവേഴ്സിറ്റി തുറക്കാൻ 10 മണിയാവും രജിസ്ട്രാർ വരാൻ. തൃശ്ശൂരുള്ള സ്കൂൾ ഓഫ് ഡ്രാമയിൽ 10 മണിക്ക് ഇൻ്റർവ്യൂ ആണ്. ഞാൻ അവിടെ പോയി 10 മണിക്ക് തന്നെ എനിക്ക് രജിസ്ട്രാറിൻ്റെ പെർമിഷൻ കിട്ടി. പക്ഷേ എനിക്കൊരു 1.5 മണിക്കൂറിലധികം, ഒന്നര മണിക്കൂറല്ല, ഏകദേശം 3 മണിക്കൂറെങ്കിലും യാത്ര ചെയ്യണം തൃശ്ശൂർ എത്താൻ. ഞാൻ ടെൻസ്ഡൊന്നും ആയിരുന്നില്ല. ഞാൻ ഈ പെർമിഷൻ കിട്ടി, എന്തായാലും ഇത് നമ്മൾ ഒരാളുടെ വാക്കിൻ്റെ പുറത്തായി, ഇത് അപ്ലൈ ചെയ്യണമെന്ന് പോലും ആലോചിച്ചിട്ടില്ല. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഉച്ചയോടുകൂടി എത്തുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ ആണല്ലോ, ഒരുപാട് പേരുണ്ടാവും, നമുക്ക് അവസാനത്തെ ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് ഇവർ അനുവദിച്ച് തരും എന്നുള്ള ലൈനിലാണ് പോകുന്നത്. ഞാൻ അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് ഇത് നമ്മളെ സങ്കല്പത്തിലുള്ള ഇൻ്റർവ്യൂ അല്ല, 3 ദിവസത്തെ ഇൻ്റർവ്യൂ ആണ്. അപ്പം 3 ദിവസത്തെ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇത് എന്ത് ഇൻ്റർവ്യൂ ആണ്? നമ്മൾ ഒരു 10 മിനിറ്റ് ഇൻ്റർവ്യൂ ആണല്ലോ പ്രതീക്ഷിക്കുന്നത്. 3 ദിവസം ഈ പുതിയ ആപ്ലിക്കേഷൻ കൊടുത്ത ആളുകളെല്ലാവരും അവിടെ സ്പെൻഡ് ചെയ്യും, ക്യാമ്പ് ചെയ്യും, അതിനകത്തു നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഞാനൊരു ഡ്രസ്സ് പോലും എക്സ്ട്രാ എടുക്കാതെയാണ് 10 മിനിറ്റ് ഇൻ്റർവ്യൂവിനാണല്ലോ നമ്മൾ പോകുന്നത്. അങ്ങനെ ഞാനവിടെ എത്തി. അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലാവുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാനിങ്ങനെ ഡ്രസ്സൊന്നും എടുക്കാതെയാണ് വന്നിട്ടുള്ളത്, എനിക്ക് തിരിച്ചു പോകണം, എൻ്റെ കയ്യിൽ ഡ്രസ്സില്ല, ആവശ്യത്തിന് കാശില്ല. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഒക്കെ താം, എന്നിട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, കൃത്യം 7 മണിക്ക് ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, നിങ്ങൾക്ക് ആ സമയത്ത് എത്താൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് പോകും, ഇവിടെ കിടന്നുറങ്ങണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെയുള്ള തുടർന്നുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ അറ്റൻഡ് ചെയ്യുകയും സ്കൂൾ ഓഫ് ഡ്രാമയിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്യുന്നു. സ്കൂൾ ഓഫ് ഡ്രാമയിൽ അഡ്മിഷൻ കിട്ടുന്നൊരു മൊമെൻ്റ് മുതൽ ഞാൻ കരുതുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത് പഠിക്കുന്നൊരു സബ്ജക്റ്റ് തിയേറ്ററാണ്. സയൻസൊക്കെ എടുത്ത് പഠിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇത്രയും ഫ്രീ ആയിട്ട് ഞാൻ പഠിക്കാമെന്ന് പോലും തോന്നാതെ അതിൻ്റെ ഒരു ഫ്ലോയിലേക്ക് ഓരോ കാര്യങ്ങളും, ഇപ്പോഴും അതെ, തിയേറ്ററിനെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങളും നമുക്ക് ഭയങ്കര പുതുമയോടുകൂടെ സമീപിക്കാൻ പറ്റുന്നു. എൻ്റെ സ്വഭാവത്തിൽ തന്നെ തിയേറ്റർ ചേഞ്ച് ഉണ്ടാക്കുന്നു. നമുക്ക് ഒരു ടീനേജ് കഴിഞ്ഞ ഒരു സമയത്താണ് ഡ്രാമ സ്കൂളിലേക്ക് എത്തുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഞാനല്ല സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് എത്തുന്നത് എന്ന് എനിക്കറിയാം. കാരണം ഡിഗ്രി കഴിഞ്ഞ ഒരു വർഷത്തെ ലൈഫിനകത്ത് എനിക്കുണ്ടായിരുന്ന ഒരുപാട് കൺഫ്യൂഷൻ, ഭയം, എങ്ങോട്ടാണ് ലൈഫ് പോകുന്നതെന്ന് അറിയാത്ത, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇത് പോകില്ല എന്നുള്ള തോന്നൽ. പക്ഷേ ഡ്രാമ സ്കൂളിൽ എത്തിയപ്പം എനിക്ക് തോന്നി ഈ സ്പേസാണ് ഞാൻ എത്തേണ്ട ഒരു സ്ഥലം. കാരണം ഞാനിവിടെ സന്തോഷിക്കാൻ തുടങ്ങി. ആദ്യ ദിവസം മുതൽ എനിക്കൊന്നും അറിയില്ല, എനിക്ക് നാടകക്കാരുടെ പേരറിയില്ല, പല പേരുകളും നമ്മൾ പുതിയതായിട്ട് കേൾക്കുന്നു, ബ്രത്ത് എന്നൊക്കെ കേൾക്കുന്നു, ഇത് എന്ത് പേരാണ് നമ്മൾ ആലോചിക്കുന്നത്, സ്റ്റാൻസിലോവ്സ്കി എന്ന് കേൾക്കുന്നു, ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒരു പേരുണ്ടാവുമോ എന്ന് വരെ ആലോചിക്കുന്ന അവസ്ഥയാണ്. അപ്പം നമ്മളെക്കാൾ കൂടുതൽ തിയേറ്റർ അറിയുന്ന ആളുകൾ അവിടെ ഉണ്ട്. അപ്പം അവർ പലതരത്തിൽ ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. നമുക്കിതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. നോക്കുമ്പോൾ മലയാളത്തിലെ പ്രധാനപ്പെട്ട നാടകങ്ങളെ പേര് പോലും നമുക്കറിയില്ല. പക്ഷെ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര രസകരമായിരുന്നു. ഒന്നും അറിയാത്തൊരു സ്പേസിലേക്ക് എത്തുന്നത്. ഇത് നിരന്തരമായിട്ട് നമ്മളിതിൻ്റെ മുകളിൽ എൻജോയ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. വായന ഭയങ്കര സജീവമായി. തിയേറ്ററിനെ കുറിച്ചും നാടകങ്ങളെക്കുറിച്ചും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്പേസും നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ലൈബ്രറിയിലൊക്കെ കയറി ഇരുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ, ഡ്രാമ സ്കൂളിന് ശേഷം ഞാൻ ആ ലൈബ്രറി അത്രമാത്രം യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. വായന തുടരുന്നുണ്ടെങ്കിലും അവിടെ സ്കൂളിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള വായന, നമുക്ക് അറിയാമെന്നുള്ളൊരു ഭയങ്കര ഒരു ആർത്തി വരുന്നൊരു സമയമുണ്ടല്ലോ. അപ്പം ഡ്രാമ സ്കൂളിൽ ഒരു 3 വർഷം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര സ്പീഡിൽ പോകുന്നൊരു വർഷമായിരുന്നു. അപ്പം ഡ്രാമ സ്കൂൾ കഴിയുന്നൊരു മൊമെൻ്റ് ആകുമ്പോഴേക്ക് നമ്മളെല്ലാം തികഞ്ഞു എന്നുള്ള വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയിലാണ് നമ്മളവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പം ഈ ഡ്രാമ സ്കൂൾ കഴിഞ്ഞു, നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ്, നാടകത്തിനെ കുറിച്ചും നാടകം എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യത്തിലാണ് നമ്മൾ ഇറങ്ങുന്നത്. പക്ഷെ ഡ്രാമ സ്കൂൾ കഴിഞ്ഞിട്ടാണ് റിയൽ ഓഡിയൻസിൻ്റെ മുന്നിലേക്ക് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് ഇറങ്ങുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിൽ എൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇവിടുന്ന് പഠിച്ചതിനെ ഒന്നുകൂടെ റീഡിസൈൻ ചെയ്യുമോ, അല്ലെങ്കിൽ പഠിച്ചത് ഓൾറെഡി നമ്മളെ കയ്യിലുണ്ട്, ഇതിനെങ്ങനെ മറികടക്കാൻ പറ്റും, നമ്മുടേതായിട്ട് എന്ത് മുന്നോട്ടേക്ക് വെക്കാൻ പറ്റും. നമ്മൾ പഠിച്ചൊരു കാര്യം മുന്നോട്ടേക്ക് വെക്കലാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി, ഞാനൊരു പ്ലേ ചെയ്ത സമയത്ത് ട്രയാങ്കിൾ പ്ലേ എന്ന് പറഞ്ഞിട്ട്, അപ്പം ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യം നമ്മുടെ അമേച്വർ നാടകങ്ങളെയും
പ്രൊഫഷണൽ നാടകങ്ങളെ, പ്രധാനമായിട്ട് അമേച്ചർ നാടകങ്ങളെ, കേരളത്തിൽ ഒരു അക്കാഡമിക് സ്പേസിൽ നിൽക്കുന്ന നാടകങ്ങളെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചിരുന്നു. എന്താണ് ഇതിനകത്തുള്ള പ്രോസസ്സ്, എന്താണ് കേരളത്തിൽ നടക്കുന്ന മത്സര നാടകങ്ങൾ, സ്കൂൾ നാടകങ്ങൾ. അപ്പം ഞാൻ ചെയ്തിരുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫോട്ടോസ് കളക്ട് ചെയ്യാൻ തുടങ്ങി. വീഡിയോസ് നമുക്ക് അത്ര അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഫോട്ടോസ് ഞാൻ കളക്ട് ചെയ്യുന്നത് പല ഡയറക്ടേഴ്സിൻ്റെ 100 കണക്കിന് ഫോട്ടോസ് ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് നമ്മുടെ ഡിജിറ്റൽ സ്പേസ് കുറച്ചുകൂടിയും വലുതായതുകൊണ്ട് നമുക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പോൾ ഡിജിറ്റൽ ഫേസ്ബുക്ക് ഇങ്ങനെയൊക്കെ വന്ന് തുടങ്ങുന്ന സമയമാണ്, എങ്കിലും നമുക്ക് ഈ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നാടകം പല ഡയറക്ടേഴ്സ് ചെയ്യുകയാണെങ്കിലും ഫോട്ടോസിനകത്ത് ഇവരുടെ വിഷ്വൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ, ആക്ടേഴ്സിൻ്റെ പൊസിഷനൊക്കെ ഏകദേശം ഒരുപോലെ ഇരിക്കുന്നുണ്ട്. അത് ഇതെന്തുകൊണ്ടായിരിക്കാം? അപ്പം ഞാൻ കണ്ടെത്തിയ ഒരു സംഗതി, ലെവലുകളില്ലാത്ത നാടകങ്ങൾ കാണുന്നില്ല. അപ്പം ഇതെവിടെ നിന്നാണ് ഈ ലെവലുകൾ നാടകത്തിനകത്തേക്ക് വന്നത്? അല്ലെങ്കിൽ ലെവലുകൾ അത്ര നിർബന്ധമുണ്ടോ? കേരളത്തിലെ എല്ലാ നാടകത്തിലും നോക്കിയാലും ഈ സെറ്റ് എന്ന് പറയുന്നത് ഒരു പല ഡിഫറൻസ് ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ബേസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പുറത്തുള്ള നാടകങ്ങൾ, കേരളത്തിന് പുറത്തുള്ള നാടകങ്ങൾ, ഇന്ത്യക്ക് പുറത്തുള്ള നാടകങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സുകൾ വെച്ചിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. അതുപോലെ ഇറ്റ്ഫോക്ക് ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിൽ നമ്മൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭാഗമാവേ അവിടുന്ന് പുറത്തുനിന്ന് വരുന്ന നാടകങ്ങളിലൊന്നും ഈ ലെവൽ എന്ന് പറഞ്ഞ പരിപാടി കാണുന്നില്ല. അപ്പം ഞാൻ ഇത് കൂടുതൽ അന്വേഷിക്കുമ്പോൾ ലെവലില്ലാതെ നാടകം ചെയ്യാൻ പറ്റാത്ത ഡയറക്ടേഴ്സാണ് പലരും. ആ സമയത്താണ് പീറ്റർ ബ്രൂക്കിൻ്റെ എംപ്റ്റി സ്പേസ് എന്ന് പറഞ്ഞൊരു ബുക്ക് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. എംപ്റ്റി സ്പേസ് എന്നൊരു ബുക്ക്, അത് എന്താണ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ വായിച്ചു തുടങ്ങുന്നു. പക്ഷേ അതിൻ്റെ തുടക്കത്തിൽ പീറ്റർ ബ്രൂക്ക് പറയുന്നൊരു കാര്യമുണ്ട്. എന്താ തിയേറ്റർ? ആൾ പറയുന്ന ഒരു കുരങ്ങൻ ഒരു മരച്ചില്ലയിൽ നിന്ന് മറ്റൊരു മരച്ചില്ലയിലേക്ക് ചാടുന്നത് നോക്കി നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് തിയേറ്ററാണ്. എനിക്ക് മനസ്സിലായില്ല എന്താണ് ഇദ്ദേഹം പറയുന്നത്. ഒരു കുരങ്ങൻ മറ്റൊരു മരച്ചില്ലയിലേക്ക് ചാടുന്നത് നോക്കി നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് തിയേറ്ററാണ്. ഓക്കെ, അത് കൊള്ളാം, വേണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പോയിട്ട് കോട്ട് ചെയ്യാന്നൊക്കെ കരുതി. അത്രയും അതിൻ്റെ ഡെപ്ത് അന്ന് മനസ്സിലായുള്ളൂ. പക്ഷേ ഈ എംപ്റ്റി സ്പേസ് എന്ന് പറഞ്ഞ വേർഡ് എന്നെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങി. എംപ്റ്റി സ്പേസ്. നമ്മൾ തിയേറ്ററിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തായിരിക്കും ഈ ബുക്കിന് ഇങ്ങനെയൊരു ടൈറ്റിൽ ഇദ്ദേഹം ഇടുന്നത്? ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ളൊരു ഡയറക്ടർ. അപ്പം ഞാൻ വീണ്ടും അന്വേഷിക്കുമ്പോൾ ഈ സ്പേസിനെ ആ സമയത്താണ് നമ്മൾ കാണാൻ തുടങ്ങുന്നത്. നിങ്ങൾക്ക് ഒരാൾ ഇരിക്കുന്നിടത്ത് സ്പേസ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. നമ്മുടെ ചുറ്റും എപ്പോഴും സ്പേസ് ഉണ്ട്. നമുക്ക് ആ സ്പേസിനെ റീഡിസൈൻ ചെയ്യാൻ പറ്റുന്നൊരു ആർട്ട് ഫോമാണ് തിയേറ്റർ. ഇത് നമുക്ക് ഒരു ക്ലാസ്സിൽ പറഞ്ഞു തന്നാൽ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ സെൻസ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, ഇത് കൊള്ളാം, ഈ സ്പേസ് എങ്ങനെ മാറുന്നു. ഇപ്പം ഈ മുറി മുഴുവൻ കറുപ്പ് നിറാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഇംപ്രഷൻ നമ്മളോട് ഈ സ്പേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ വ്യത്യാസം ഉണ്ടാകും. ഇവിടെ ഇപ്പോൾ ഈ മെഴുകുതിരികളും സാധനങ്ങളും ഒക്കെ കത്തിച്ച് വെക്കുമ്പോൾ ഈ സ്പേസ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ നമ്മൾ ട്യൂബ് ലൈറ്റ് ഇടുമ്പോൾ കമ്മ്യൂണിക്കേഷൻ മാറും, നമ്മുടെ ഇമോഷൻ മാറും. ഇത് ഭയങ്കര ഒരു റിയലൈസേഷനായിരുന്നു. തിയേറ്റർ പ്രാക്ടീസിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഇത് മനസ്സിലാവുന്നത്. കാരണം ഇതൊരു മാജിക്കാണ്. ചെറിയൊരു കാര്യം, ഒരു 2 മെഴുകുതിരി ഇവിടുന്ന് അണഞ്ഞാൽ ഈ സ്പേസ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മാറും. അപ്പോൾ ഇത് ഭയങ്കര രസമായി തോന്നി. സ്പേസുമായിട്ടുള്ള കണക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ട്രയാങ്കിൾ പ്ലേ എന്ന് പറഞ്ഞ പ്ലേ ചെയ്യുന്നു. ട്രയാങ്കിൾ പ്ലേ ഒന്നുമില്ല, മൂന്ന് ആക്ടേഴ്സ്. അപ്പം നമ്മൾ സ്പേസിനെ കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടി. നമ്മൾ കേരളത്തിലെ നാടകങ്ങളെ ഒക്കെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വൻ ചിലവ് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെറ്റ് കൊണ്ടുവരിക എന്നുള്ള, ലോറിയിലൊക്കെ സെറ്റ് ഇറക്കുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു എക്കണോമിക് സിസ്റ്റവും, അത് എസ്പെഷ്യലി നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്ന ഒരു ഫണ്ടിങ് എന്ന് പറയുന്നത് ഒട്ടും സയൻറ്റിഫിക് അല്ല. നമ്മൾ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ചിലവാക്കുന്നു. ഇതിൻ്റെ റിട്ടേണെ കുറിച്ച് ആരും ആലോചിക്കുന്നില്ല. നിങ്ങൾ എന്തിനാണ് നാടകത്തിന് വേണ്ടി 5 ലക്ഷം ചിലവാക്കുന്നത്? കാരണം നമ്മൾ കോർപ്പറേറ്റുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പൈസ സ്പെൻഡ് ആക്കുന്നതിനെ കുറിച്ച് അവർക്ക് ഭയങ്കര കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ട്. അതാണ് അവരെപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. കാരണം നമ്മളെപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുകയും അവർ കൂടുതൽ സ്ട്രോങ് ആവുകയും ചെയ്യുന്നു. കാരണം അവർ ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടാണ് അവർ പൈസ സ്പെൻഡ് ചെയ്യുന്നത്. ഒരു കോർപ്പറേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവായി തോന്നാം. നമ്മൾ ആഗോളവൽക്കരണം എന്നൊക്കെ പറഞ്ഞ്, പക്ഷെ ആഗോളവൽക്കരണത്തിനുള്ളിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്.
അല്ലെങ്കിൽ അത് അതിന്റെ രൂപമൊക്കെ മാറി വേറെ ഫോമിലേക്ക് വന്നു. നമ്മളിപ്പോൾ ആഗോളവൽക്കരണം അധികം പറയാറില്ല. അപ്പം നമ്മുടെ പൊളിറ്റിക്കലി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ എനിക്ക് കോൺട്രഡിക്ഷൻ വരാൻ തുടങ്ങി. എങ്ങനെയാണ് ലൈഫിനെ അല്ലെങ്കിൽ ഈ ഒരു സ്പേസിനകത്ത് നമ്മൾ തിയേറ്ററിനെയും അതിൻ്റെ പൊളിറ്റിക്സിനെയും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ആലോചിച്ച് തുടങ്ങി. അപ്പോൾ ഈ എന്നെ സംബന്ധിച്ച് വളരെ ബേസിക് ആയിട്ട് ഒരു കച്ചവടക്കാരൻ നമ്മുടെ നാട്ടിലൊരു ചായക്കട ഇടുന്ന ആളോ അല്ലെങ്കിൽ ഒരു കപ്പലണ്ടി വിൽക്കുന്ന ആളോ അയാളുടെ ഒരു ബുദ്ധി എന്തായിരിക്കാം? അയാൾ വൈകുന്നേരം വന്ന് കപ്പലണ്ടി ഒരു 100 രൂപയ്ക്ക് കപ്പലണ്ടി വാങ്ങിയാൽ 110 രൂപയ്ക്ക് അത് കച്ചവടം ചെയ്യുക എന്നുള്ളതായിരിക്കുമല്ലോ അയാളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഇത് തിയേറ്ററിൽ വേണ്ടേ എന്നുള്ളൊരു ആലോചനയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ തിയേറ്ററിനകത്ത് ടിക്കറ്റ് ഷോസ് ഒന്നും പോസിബിളായിട്ട് നടക്കുന്നില്ല. അപ്പം ഞാൻ ആലോചിച്ചൊരു കാര്യം, എന്തായാലും നമുക്ക് ഒരു നാടകം ചെയ്യാൻ ഒരു ഫണ്ട് വേണം. അത് കടം വാങ്ങിച്ചിട്ടാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ സ്പെൻഡ് ചെയ്യുന്നതാണെങ്കിലും റിട്ടേൺ ഇല്ലാത്തതാണെങ്കിലും നമുക്കൊരു ഫണ്ട് വേണം. ഈ ഫണ്ട് ഞാൻ എന്തിന് സ്പെൻഡ് ചെയ്യണം? ഈ മരക്കഷ്ണം അടിച്ചു കൂട്ടാനാണോ? ലൈറ്റിൻ്റെ വാടക കൊടുക്കാനാണോ? എന്തിനാണ് ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടത്? ഞാൻ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സാണ്, മനുഷ്യന്മാരാണ്. ഇവർക്ക് കാശ് കൊടുക്കാനില്ല നമ്മളെ കയ്യിൽ. നമ്മൾ 2 ലക്ഷത്തിൻ്റെ സെറ്റ് അടിച്ചിടും, എന്നിട്ട് ഒരു കളിയും കഴിഞ്ഞ് അത് ചെതലരിച്ച് പോവുകയോ എവിടെയെങ്കിലും മഴ കൊണ്ട് എവിടെയെങ്കിലും ഗോഡൗണിൽ കൂട്ടിയിടുകയോ ചെയ്യും. അപ്പം ആ ഒരു ആലോചനയിലാണ് എനിക്ക് എൻ്റെ ആക്ടേഴ്സിന് കാശ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. എന്തായാലും നമ്മളൊരു പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുന്നു, അതിന് ഏകദേശം ഇത്ര കാശ് വരും, സെറ്റും ലൈറ്റും ഒക്കെ വരുമ്പോൾ. പക്ഷേ ഈ സെറ്റ് എങ്ങനെ മാറ്റി ഇതിനെ സെറ്റ് ഒഴിവാക്കിയിട്ട് എങ്ങനെ ഇതിനെ റൺ ചെയ്യിക്കാൻ പറ്റും? ഈ സെറ്റിൻ്റെ കാശ് കൂടെ എൻ്റെ ആക്ടേഴ്സിന് എങ്ങനെ കൊടുക്കാൻ പറ്റും? അങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ട്രയാങ്കിൾ പ്ലേ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി സ്പേസിൽ 303-ാം നിലയിൽ താമസിക്കുന്ന 3 ആളുകൾ. അവർക്ക് ടെക്സ്റ്റിനകത്ത് നമ്മൾ പറയുന്ന ഇവർക്ക് 40 വയസ്സുള്ളൂ. പക്ഷേ ഈ 40ാമത്തെ വയസ്സെന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണ്. 40ഓടുകൂടെ 40ാമത്തെ പിറന്നാൾ ആഘോഷിച്ചാൽ പിന്നെ അയാൾക്ക് മരണമാണ് ഇയാൾ കാണുന്നത്. അതും 40-ലെത്തുന്ന നമ്മുടെ ഇന്നത്തെ ഒരു 80 വയസ്സുകാരൻ്റെ രൂപത്തിലാണ് ഈ 40 വയസ്സുകാരെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്ന് ആലോചിക്കുമ്പോൾ അതിൻ്റെ പല സാധനങ്ങളിലും വ്യത്യാസങ്ങളുണ്ടെങ്കിലും അന്നത്തെ ഒരു ആലോചനയിൽ ആളുകളുടെ യുവത്വം കഴിയുകയും ഈ IT കമ്പനിയിൽ നിന്നൊക്കെ യങ് ആയിട്ടുള്ള ആളുകളെ ഉപയോഗിച്ച് അവരെ പുറത്താക്കുകയൊക്കെ ചെയ്യുന്നതായിരുന്നു നമ്മുടെ ഒരു ബേസ്. അപ്പോൾ ഈ 3 ആളുകൾ, 3 ആക്ടേഴ്സ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി സെറ്റ്. അപ്പം നമ്മൾ ഈ 303-ാം നിലയിൽ താമസിക്കുന്ന ആളുകളുടെ ഒരു ഫാൻറ്റസിയാണ്. ഈ ഫാൻറ്റസീനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവർ പരസ്പരം കണ്ടിട്ടേ ഇല്ല. രാത്രി ഒരു ദിവസം ഒരു വെടിയൊച്ച കേട്ടിട്ട് ഈ വെടിയൊച്ച കേട്ട ഫ്ലാറ്റിലേക്ക് 2 ആൾക്കാർ പെട്ടെന്ന് കയറി വരികയാണ്. അപ്പം ഇവർ 3 പേരും കാലങ്ങൾക്ക് ശേഷമാണ് ഒരു മനുഷ്യനെ അടുത്ത് കാണുന്നത്. ഇവർ ടെക്നോളജി, ഫുഡും എല്ലാ സാധനങ്ങളും വരും, ഇവരുടെ മരുന്നെത്തും, പക്ഷെ കൊണ്ടുതരുന്ന ആളെ പോലും ഇവർ കാണില്ല. അപ്പോൾ ഈ ഹോസ്പിറ്റൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർക്ക് കോൾ ചെയ്താൽ മതി, ഇവരാളെടുക്കും. 40 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ഇവരെ നോക്കൊന്നുമില്ല, ഹോസ്പിറ്റലുകാരും നോക്കില്ല. കാരണം ഇവർ മരിക്കാറായി, ഫ്ലാറ്റിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുമ്പോൾ ഇവരുടെ ബോഡി എടുത്ത് കൊണ്ടുപോകും. അപ്പോൾ ഈ 3 ആൾക്കാർ വന്ന് ജോയിൻ ചെയ്യാണ്. അപ്പോൾ ഇവർ ജോയിൻ ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ നാടകത്തിന് യൂസ് ചെയ്ത് 3 ഡിസൈൻഡ് ആയിട്ടുള്ള സ്റ്റൂളാണ്. നമ്മളെ സാധാരണ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റൂളല്ല, ഒരു കേർവ്ഡ് ഷേപ്പുള്ള മുകളിലും താഴെയും റൗണ്ട് വരുന്ന 3 സ്റ്റൂളുകൾ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സിനിമേനകത്ത് നമുക്ക് ആംഗിൾ മാറ്റുന്ന, ഇപ്പം എന്നെ ഇവിടുന്ന് ഷൂട്ട് ചെയ്യാം, പിന്നിന്ന് ഷൂട്ട് ചെയ്യാം, സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്യാം. തിയേറ്ററിൽ ഇതെങ്ങനെ പോസിബിൾ ആവും? ഇതിൻ്റെ സാധ്യത വല്ലതും ഉണ്ടോ? അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റൂള് ഫ്രണ്ടിലും 2 സ്റ്റൂള് ഇവിടെയും, ഈ 3 ആളുകളുടെ ഫ്ലാറ്റായിട്ട് ഒരു സെക്കൻഡിൽ ലൈറ്റ് മാറുമ്പോഴത്തേക്ക് ഇത് സ്റ്റൂളല്ലേ, പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റും. ഇവിടെയുള്ള സ്റ്റൂൾ ഇവിടെ വരും, ഈ 2 ആൾക്കാർ ഫ്രണ്ടിൽ വരും. അങ്ങനെ ഈ ആംഗിൾ മാറ്റി ഒന്ന് പരീക്ഷ നോക്കി. അത് പക്ഷേ ഭയങ്കര രസകരമായിട്ട് നമ്മളെ വിഷ്വലി സിമ്പിളായിട്ട് നമുക്കത് മനസ്സിലാവുന്നു എന്നുള്ളത് മനസ്സിലായി. കാരണം ഫ്രണ്ടിലേക്ക് നോക്കിയിരിക്കുന്ന ആൾ അടുത്ത സെക്കൻഡിൽ ഏറ്റവും പിന്നിലെ സ്റ്റൂളിൽ പിന്നോട്ടാണ് നോക്കിയിരിക്കുന്നത്. അങ്ങനെ തുടങ്ങി വന്ന് അപ്പോൾ ഈ 3 പേരും കണ്ടുമുട്ടുകയും പെട്ടെന്ന് ഇവർ ഭയങ്കര സ്നേഹത്തിലേക്ക് വരും. സൗഹൃദത്തിലേക്ക് പോലും അല്ല, ഇവർക്ക് ഭയങ്കര സ്നേഹം ഫീൽ ചെയ്യാൻ തുടങ്ങുകയും ഇവർ പതുക്കെ സുഹൃത്തുക്കളാകാൻ തുടങ്ങും. അപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിലൊരാൾ പറയും, എനിക്ക് ഒരു ഫുട്ബോൾ പ്ലെയർ ആകാനായിരുന്നു ആഗ്രഹം, പക്ഷേ ഞാൻ ഫുട്ബോൾ പ്ലെയറേ ആയിട്ടില്ല, എത്രയോ കാലമായി ഞാനൊന്ന് പന്ത് തട്ടിയിട്ട്. ഞാനായത് വേറെ ഒന്നും, അയാൾ ഡോക്ടറോ അങ്ങനെ എന്തോ ആണ് ആയത്. വേറൊരാൾ ഇതേപോലെ അയാളുടെ ആഗ്രഹം പറയാം, അയാൾക്കൊരു ആക്ടർ ആവാനായിരുന്നു ആഗ്രഹം, അയാൾ ഇതുപോലെ ഒരു കോർപ്പറേറ്റ് ജോലി ചെയ്തൊരു മനുഷ്യനാണ്. അടുത്ത ആൾ പറയും, ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, എനിക്ക് ബസ് ഡ്രൈവർ ആവാനായിരുന്നു ആഗ്രഹം.
വേറൊരു ആഗ്രഹം ഉണ്ടായില്ല. ബസ് ഓടിക്കുന്ന ആളെ കണ്ട് ആ ഡ്രൈവർ ആവുക എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഈ ഡ്രൈവർ ആവുക എന്ന് പറഞ്ഞ ആള് അങ്ങ് ഡ്രൈവറായി അഭിനയിക്കാൻ തുടങ്ങും. അയാൾ വണ്ടി ഓൺ ചെയ്യാനും. അപ്പോൾ ഇവർ പറയും വെറുതെ വണ്ടി ഓൺ ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവസാനം കൂട്ടത്തിലുള്ള ഒരാൾ പറയും, എത്ര കാലമായി എൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ട്, ഈ നഗരത്തിൽ ഞാൻ ഒരുപാട് വർഷമായി ജീവിക്കുന്നത്, എനിക്ക് എൻ്റെ വീട്ടിലൊന്ന് പോകണം. അപ്പം ഡ്രൈവർ പറയുമ്പോൾ നീ വാ നമുക്ക് വണ്ടി എടുക്കാമെന്ന് പറയും. അവർ എങ്ങനെ പോകും? അവർ ഞാൻ ഓടിക്കാമല്ലോ. പക്ഷെ ഇവർ വണ്ടിയൊക്കെ ഓൺ ചെയ്ത് ഇവർ ഈ ഫ്ലാറ്റിനകത്ത് ഇവർ നടത്തുന്ന ഒരു പ്ലേ ആണ്. ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇവർ വളരെ റിയലായിട്ട് വീട്ടിലെ അഡ്രസ്സും വെച്ച് ഇവർ യാത്ര തുടങ്ങുകയാണ്. 3 പേരും നടത്തുന്ന ഒരു യാത്ര. ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇത് ഫ്ലാറ്റിനുള്ളിൽ നിന്ന് ഇടയ്ക്ക് ഇവർക്ക് പോകാൻ പറ്റുന്നില്ല, ഇവരിതിനകത്ത് ലോക്ക്ഡാണ്. ഇതൊരു ഏതോ ഒരു സമയത്ത് നമ്മളെ ഉള്ളിൽ ഉണ്ടായിപ്പോയ ഒരു പ്ലേ മാത്രമാണ്, ഒരു ഡ്രാമ മാത്രമാണ്. അപ്പോൾ ഈ 3 സ്റ്റൂള് വെച്ചിട്ടാണ് ഈ സാധനങ്ങൾ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ ഡ്രാമ സ്കൂളിൽ ഇറങ്ങിയൊരു ഘട്ടത്തിലാണ് ഇതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നത്. ഞാൻ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കരുതി എൻ്റെ ഒരു ആർട്ടിനകത്ത് എനിക്കുള്ളൊരു ഫോം, ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സാധനം, ഈ എംപ്റ്റി സ്പേസ് ഒക്കെ വായിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എൻ്റേതായിട്ടുള്ളൊരു ഫോം ഡെവലപ്പ് ചെയ്ത് വന്നു എന്ന് നമ്മൾ കരുതിക്കൊണ്ടിരിക്കുക. പക്ഷെ അത് തെറ്റായിരുന്നു എന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലായി. വളരെ എളുപ്പത്തിൽ മനസ്സിലായത് കനയ്യലാലിൻ്റെ പെബറ്റ് എന്ന് പറഞ്ഞൊരു നാടകമുണ്ട്. ഈ പെബറ്റ് ഞാൻ കണ്ടതിനോടുകൂടെ എനിക്ക് മനസ്സിലായി, ഞാൻ ഇത് ആലോചിക്കുന്നതിൻ്റെ ഒരു 10-30 വർഷം മുന്നേ ഗംഭീർ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്ഷനായിട്ട് പെബറ്റ് ഇയാൾ ചെയ്തു കഴിഞ്ഞു. അവരുടെ നാട്ടുകാരെയൊക്കെ കൂട്ടി വളരെ സിമ്പിളായി, പക്ഷെ ഏറ്റവും എഫക്റ്റീവായിട്ട്. പെബറ്റ് ഭയങ്കര ക്ലാസ് വർക്കാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായോ ഞാൻ എൻ്റെ ഫോമായി എന്ന് തെറ്റിദ്ധരിക്കുന്നത് മാസ്റ്റേഴ്സ് നേരത്തെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും നമ്മുടെ ഒരു ഫോം എന്തായിരിക്കണം, നമ്മുടേതായിട്ട് നമുക്ക് എന്താണ് ഇതിൽ കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ള അന്വേഷണമാണ്. ആ അന്വേഷണം പല പല ഘട്ടങ്ങളിൽ ഇങ്ങനെ നീണ്ടു പോകുന്നു, പല ഏരിയകളിലേക്ക് പോകുന്നു. അതിൻ്റെ ഒരു അന്വേഷണത്തിൽ തന്നെയാണ് ഞാനിപ്പോഴും. പക്ഷേ അതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നു തുടങ്ങി. ആ ക്ലാരിറ്റി വന്നത് ഞാൻ ഈ സ്പേസിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ സ്പേസിനെ കുറിച്ചുള്ള ആലോചനയിൽ എങ്ങനെയാണ് സ്പേസ് നമുക്ക് വിസിബിൾ ആവുന്നത്? വെളിച്ചം എന്ന് പറയുന്ന ഒരു സാധനമാണ്. ലൈറ്റ്സ് ക്രിയേറ്റ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. വെളിച്ചം നിങ്ങളുടെ മനഃശാസ്ത്രത്തിനെ നിയന്ത്രിക്കും. എൻ്റെ ലൈറ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മാസ്റ്റർ എന്നോട് ഞങ്ങളെ ലൈറ്റിംഗ് ക്ലാസ്സിനകത്ത് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും നട്ടുച്ചയ്ക്ക് പോയിട്ട് ഒരു പെൺകുട്ടീനെ പ്രപ്പോസ് ചെയ്യുമോ? അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു പെൺകുട്ടീനെ പ്രപ്പോസ് ചെയ്യുക? എവിടെ നിന്നാണ് പ്രപ്പോസ് ചെയ്യുക? അത് പലരും പറയുന്ന മരത്തിൻ്റെ ചുവട്, അപ്പോൾ എങ്ങനെ നോക്കിയാലും ഷെയ്ഡുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ ആ വിഷ്വലിലേക്ക് വരുന്നത്. അപ്പോഴാണ് ആൾ ചോദിക്കുന്നത്, നിങ്ങൾ നട്ടുച്ചയ്ക്ക് എന്താ പോയിട്ട് പ്രപ്പോസ് ചെയ്യാത്തത്? അപ്പോൾ ഈ സ്പേസും ഈ ലൈറ്റും നമ്മുടെ മൂഡിനെ നിർണ്ണയിക്കുന്നു എന്നുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ് ആൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം പിന്നെ ലൈറ്റിനെ കുറിച്ചായി, ലൈറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യും? അപ്പം ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനെപ്പോഴും പറയുന്നൊരു വാക്ക് തന്നെ തിയേറ്റർ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു സാധനം. നമുക്കൊരു എൻലൈറ്റ്മെൻറ്റ് കിട്ടും. ആ എൻലൈറ്റ്മെൻറ്റ് സ്പേസിനകത്തോ ലൈറ്റിനകത്തോ അല്ല എന്നുള്ളതാണ്, സമയത്തിനകത്താണ്. സമയത്തിൻ്റെ കലയാണ് തിയേറ്ററിൽ നമ്മൾ തിരിച്ചറിയുന്നത്. നമുക്ക് ബുക്ക് വായിക്കുമ്പോഴൊക്കെ പറയാം സ്പേസ് ടൈം എന്നൊക്കെയുള്ള സാധനങ്ങൾ പലയിടത്തുമൊക്കെ കണ്ടുപോകും. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നൊരു മൊമെൻ്റ് ഉണ്ടാവും. അതെന്നെ സംബന്ധിച്ച് ഭയങ്കര രസകരമായിട്ടുള്ളൊരു മൊമെൻ്റായിരുന്നു. സമയത്തിനെയാണ് ഞാൻ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമയത്തിനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സമയത്തിനെ ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസകരമല്ലേ? കാരണം എങ്ങനെയാണ് സമയത്തിനെ ഡിസൈൻ ചെയ്യുക, അല്ലെ സമയം എങ്ങനെയാണ് ഇമോഷനിലേക്ക് വരിക? അത് നമ്മൾ റിയലൈസ് ചെയ്യും. ഇപ്പം ഞാൻ ഇവിടുന്ന് കൈ ഇങ്ങനെ ഉയർത്തുന്നത് ഒരു സമയത്തെ ഡിസൈൻ ചെയ്യലാണ്. ഈ ഉയർത്തൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇമോഷനല്ല, ഈ ഉയർത്തൽ നമ്മളിലേക്ക് വരിക. ഇതാണ് കാരണം ഒരു തിയേറ്റർ ഡയറക്ടറെ സംബന്ധിച്ച് അയാളെ കയ്യിൽ ആകെ ഉള്ളത് ടൈമാണ്. ഈ ടൈമിനെ സ്പേസിനകത്ത് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, ഇത് ഭയങ്കര രസകരമായി നമ്മൾ തന്നെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയാണ് സ്പേസ് നമ്മളെ കയ്യിലുണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, പിന്നെ മനുഷ്യ ശരീരങ്ങളാണ് ഇതിനകത്തേക്ക്. ഈ സമയത്തെ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാന ടൂള് മനുഷ്യന്മാരുടെ ശരീരമാണ്. ഒരാൾ ഒരു സ്പേസിൽ കൂടെ ഓടിപ്പോകുന്നതും അയാൾ തുള്ളിപ്പോകുന്നതും
അയാൾ പതിയെ നടന്നു വരുന്നതും അയാൾ ഇഴഞ്ഞു വരുന്നതും അയാൾ പകുതി വരെ നടന്ന് അവിടെ താഴെ വീഴുന്നതും നമ്മളിൽ ഉണ്ടാക്കുന്ന ഇമോഷൻസ് വ്യത്യാസമാണ്. മനുഷ്യൻ്റെ ശരീരം അപ്പോൾ ഈ സ്പേസും സമയവും ചലനവും കൂടെ വന്നു. അതിപ്പം എന്നെ സംബന്ധിച്ച് എന്താ തിയേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, ഈ സ്പേസും സമയവും ഒക്കെ കയ്യിലുണ്ടെങ്കിലും ചലനത്തിൻ്റെയും നിശ്ചലതയുടെയും ഒരു കലയാണ്. അപ്പോൾ ചലനത്തിൻ്റെയും നിശ്ചലതയുടെയും കലയാണെന്ന് പറയുന്നില്ല, ഈ സ്പേസ് ആണല്ലോ ചലനത്തെയും നിശ്ചലതയെയും നിർണ്ണയിക്കുന്നത്. ഇത് അല്ല, ടൈമാണല്ലോ ചലനത്തെയും നിശ്ചലതയെയും നിർണ്ണയിക്കുന്നത്. അപ്പോൾ അത് ഈ സ്പേസിലേക്ക് എങ്ങനെ കൊണ്ടുവന്ന് വെക്കും? അപ്പോൾ നമ്മളിപ്പോൾ ലങ്കാലക്ഷ്മി ചെയ്യുമ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചലനത്തിൻ്റെ ഒരു ഓർക്കസ്ട്ര എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം സമയത്തിനെ കുറിച്ചുള്ള അന്വേഷണം വീണ്ടും പോകുമ്പോൾ ഇത് എത്തി നിൽക്കുന്ന മ്യൂസിക്കിലേക്കാണ്. ടൈമിനെ ഏറ്റവും ഗ്രാൻഡായിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആർട്ട് ഫോമിൽ തന്നെ ഏറ്റവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം മ്യൂസിക്കാണ്. പെട്ടെന്ന് നമ്മളെ വന്ന് ടച്ച് ചെയ്യും. ഇത് സമയത്തിനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ 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 സമയത്തും. അപ്പം ഞാൻ മ്യൂസിക്കുകൾ എങ്ങനെയാണ്, മ്യൂസിക്കിൻ്റെ ഗ്രാഫ് എങ്ങനെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ നുസ്രത്തിൻ്റെ ഒരു ഖവാലി കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹം ഓരോ സമയവും ഇതിനെങ്ങനെ അഴിച്ചഴിച്ച് വിട്ട് അതിൻ്റെ ഒരു വലിയ ഒരു വിസ്ഫോടനത്തിലേക്ക് പോകുന്നത്. മെഹദി ഹസനെ കേൾക്കുമ്പോൾ അയാൾ എങ്ങനെയാണ് പതിയെ പതിയെ നമ്മളെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നത്. എ ആർ റഹ്മാനെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഇയാൾ ലെയറുകൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ എ ആർ റഹ്മാൻ ഈ നമ്മുടെ പല ആളുകളിലേക്കും വന്നെങ്കിലും എ ആർ റഹ്മാനിലേക്ക് എത്തിയപ്പോൾ ഞാൻ അവിടെ സ്റ്റക്കാകുന്നതിന് കാരണം ഞാൻ ആലോചിച്ച ഒന്നാണ്, എ ആർ റഹ്മാൻ വളരെ കൃത്യമായിട്ട് മ്യൂസിക്കിൻ്റെ എല്ലാ ക്ലാസിക് സാധനങ്ങളും അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള മനുഷ്യനാണ്. പക്ഷെ ആൾ യൂസ് ചെയ്യുന്നത് വളരെ കൊമേഴ്ഷ്യൽ സ്പേസിലാണ്. അപ്പം എങ്ങനെയാണ് ഇയാളുടെ ഈ ക്ലാസിക്കൽ നോളേജ് വളരെ കൊമേഴ്ഷ്യൽ സ്പേസിലേക്ക് ഇയാൾ അപ്ലൈ ചെയ്യുന്നത്? അപ്പം ഞാൻ നോക്കുമ്പോൾ എന്തുകൊണ്ട് എ ആർ റഹ്മാൻ മറ്റാളുകളെ മറികടക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലെയേഴ്സാണ്. ഇളയരാജ 5 ലെയർ ഇടെങ്കിൽ ഇങ്ങേരുടെ 10 ലെയർ ഉണ്ടാവും. ഒരു ബേസ് ഇട്ട് അങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന പോലെയാണ്, അങ്ങനെ പോകും. അപ്പം ഇത് തിയേറ്ററിലും പോസിബിളാണ്, നമ്മുടെ ചലനത്തിനകത്ത് ഇത് പോസിബിളാണ്. മ്യൂസിക്കിനകത്ത് സാധിക്കുന്ന പോലെ അല്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു നമ്മുടെ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു റെഫറൻസ് ആയിട്ട് മ്യൂസിക്കുകൾ വെക്കാൻ വേണ്ടി പറ്റും. ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നുള്ള നിലയിലല്ല. ഇപ്പം ഞാൻ പലപ്പോഴും ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ള നിലയിൽ ആലോചിച്ചിട്ടുള്ളത്, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മ്യൂസിക്, ഇപ്പോൾ നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ട്രാക്ക് ഇൻ ദ മൂഡ് ഫോർ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രാക്ക്. ഈ മ്യൂസിക്കാണ് ഇൻ ദ മൂഡ് ഫോർ ലവ് എന്ന് പറഞ്ഞാൽ സിനിമയാക്കി മാറ്റുന്നത്. ഈ മ്യൂസിക്കിനോടുള്ള അയാളുടെ ഇൻസ്പിറേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് വോങ് കാർ ബോയ് ഇൻ ദ മൂഡ് ഫോർ ലവ് എന്ന് പറഞ്ഞൊരു ട്രാക്ക്, ആ ട്രാക്ക് കേൾക്കുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ഫീല് ഒരു സിനിമേനകത്ത് കൂടെ ഇയാൾ ക്രിയേറ്റ് ചെയ്യാണ്. അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് ഇയാൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമ മൊത്തം ഈ ട്രാക്ക് നമ്മളെ അനുഭവിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പം ഇത്തരത്തിലൊക്കെ അന്വേഷിച്ച് പോകാൻ തുടങ്ങി. അപ്പം അതാണ് ഇപ്പോൾ നമ്മൾ ഓരോ സമയം ഇതിൻ്റെ ഒരു ക്രാഫ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഇതിനെ വീണ്ടും ഒരു നാടക പ്രവർത്തകൻ എന്നുള്ള നിലയിലേക്കാളും ഒരു മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ഒരു ഓർക്കസ്ട്ര ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ മനുഷ്യന്മാരെ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ആലോചന. അതിലേക്ക് നിറങ്ങളും ലൈറ്റ്സും ഇതൊക്കെ എങ്ങനെ ചേർത്ത് വെക്കാം, അതെങ്ങനെ നമ്മുടെ ഇമോഷൻസിനെ ടച്ച് ചെയ്യും, ഇതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ഫോക്കസ്. അപ്പോൾ അതിൽ ഭയങ്കര സാധ്യതകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത്. ബേസിക് എലമെൻറ്റുകളിൽ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ 7 സ്വരങ്ങളാണുള്ളത്. ആ സ്വരങ്ങളെ പല രീതിയിൽ വെക്കുമ്പോൾ പുതിയ പുതിയ മ്യൂസിക്കുകളും സംഗീതങ്ങളും ഉണ്ടാകുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ കയ്യിലുള്ള ബേസിക് ടൂളുകൾ നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് പല രീതിയിലേക്ക് മാറാൻ തുടങ്ങും. അപ്പം ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഇമിറ്റേഷൻ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കാണ്. അപ്പോൾ അപ്പോഴും എൻ്റെ പേഴ്സണലായിട്ടുള്ള ആലോചനകളിൽ നമ്മുടെ സാമ്പത്തിക ബാധ്യത ഇല്ലാതെ എങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഈ കാശ് തിരിച്ചു കിട്ടുന്ന രീതിയിൽ ഒരു പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇമിറ്റേഷൻ ഓഫ് ഡെത്ത് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് ഡിമ്മർ വാടകയ്ക്ക് എടുക്കണ്ട, ലൈറ്റ്സുകൾ വാടകയ്ക്ക് എടുക്കണ്ട, സൗണ്ട് വാടകയ്ക്ക് എടുക്കണ്ട. കാരണം അത് വളരെ ഇൻറ്റിമേറ്റ് സ്പേസിലാണ് നമ്മൾ ആലോചിക്കുന്നത്. 15 പേർക്ക് മാത്രമാണ് ഒരു സമയത്ത് കാണാൻ പറ്റുന്നത്. ഇതുപോലൊരു മെഴുകുതിരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റാവുന്ന പോലെ, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റാവുന്ന പോലെ
ഈ തിയേറ്റർ സ്പേസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. 100 പേർക്ക് എനിക്കൊരു മെഴുകുതിരിയിൽ എന്നെ കാണിക്കാൻ ചിലപ്പം പ്രയാസമായിരിക്കും, പക്ഷെ 15 പേർക്ക് ഇത് കാണിക്കാൻ പറ്റും. അപ്പം 18 സ്പേസിൽ ഈ നാടകം ഡിസൈൻ ചെയ്തു. സ്റ്റേജിലൊന്നുമല്ല, ഒരു ബിൽഡിങ് മൊത്തം എടുത്തിട്ട് ഈ 15 പേരെ ഓരോ ഘട്ടമായിട്ട് ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ഈ 18 സ്ഥലത്തും 18 ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഇവൻറ്റുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതൊരു ആദിമധ്യാന്തപുരത്തുള്ള സ്ക്രിപ്റ്റ് ഒന്നുമല്ല. ഇമിറ്റേഷൻ ഓഫ് ഡെത്ത്, മരണാനുകരണം എന്നുള്ളൊരു സങ്കല്പത്തിൽ എങ്ങനെയാണ് നമ്മൾ മരണം അനുകരിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അതൊരു സാധ്യമായിട്ടുള്ള കാര്യമാണോ? അപ്പോൾ നമ്മുടെ ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു പേഴ്സണൽ കൺസേൺ എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ ഒരു ഭയം അല്ല ആളുകളിലേക്ക് എത്തേണ്ടത്. മരണത്തിൻ്റെ ഒരു ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു ധ്യാനം പോലെ ഒരവസ്ഥ ഉണ്ടല്ലോ. ഇപ്പോൾ ബുദ്ധനൊക്കെ മരിക്കുന്നതിൻ്റെ 3 ദിവസം മുന്നേ ബുദ്ധൻ പറയുന്നുണ്ട് അത്ര ശിഷ്യന്മാരോട്, ഞാൻ ഇന്ന ദിവസം മരിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഭയങ്കര മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥ എങ്ങനെ ഒരു 15 പേർക്ക് ഒരു ഷോയിലൂടെ ഷെയർ ചെയ്യാൻ പറ്റും? ഇതായിരുന്നു നമ്മുടെ ആലോചന. അപ്പം നാടകം എന്ന് പറയാൻ പറ്റില്ല, അത് ശരിക്കും ഒരു അവതരണമാണ്. പെർഫോമൻസ് എന്നുള്ള ടേം തന്നെ നമുക്ക് ഉപയോഗിക്കാം. കാരണം നാടകം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ആദിമധ്യാന്തപുരത്തുള്ള ഒരു കഥ വേണം, കഥാപാത്രത്തിൻ്റെ വളർച്ച വേണം, കഥാപാത്രങ്ങൾ വേണം, നായകൻ ഉണ്ടാവാം, വില്ലൻ ഉണ്ടാവാം, ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. പെർഫോമൻസിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ പൊളിച്ചു കളയുന്നത് ടെക്സ്റ്റിൻ്റെ ഈ സാധനമാണ്. ആദിമധ്യാന്തപുരത്തുള്ള ഒരു ടെക്സ്റ്റ് അതിന് ഉണ്ടാവില്ല. കഥാപാത്രങ്ങളുടെ ഗ്രാജുവലായിട്ടുള്ളൊരു വളർച്ച ഉണ്ടാവില്ല. മാക്ബത്തിനെയും ഈഡിപ്പസിനെയും ഹാംലെറ്റിനെയും അല്ലെങ്കിൽ നമ്മൾ ലങ്കാലക്ഷ്മിയിലെ രാവണനെയും ഒക്കെ പറയുന്ന പോലെ ഈ ഒരു വളർച്ച ഉണ്ടാവില്ല. ഇവരുടെ ഒരു സ്പേസും ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ മാക്ബത്ത് ഈ പെർഫോമൻസിൽ ചെയ്യുമ്പോൾ മാക്ബത്തിൻ്റെ ഒരു പീസാണ് അതിനകത്ത് ഉണ്ടാവുക. അവിടെ ആയിരിക്കാം നിങ്ങൾ മാക്ബത്തിനെ കാണുന്നത്, മാക്ബത്തിനെ അറിയുന്നത്. അപ്പം നാടകം പെർഫോമൻസും തമ്മിലൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം അതാണ്. ടെക്സ്റ്റ് ബേസ്ഡ് ആയിരിക്കില്ല, ടെക്സ്റ്റിനെ പൊളിച്ചു കളയും. അപ്പോൾ ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു അന്വേഷണം വരുന്ന ആദ്യത്തെ സീനിൽ നമ്മൾ 15 പേരോടും പറയുന്നു, ഇതൊരു യാത്രയാണ്, നിങ്ങൾക്ക് ഈ യാത്രയിലേക്ക് വരാം. ആക്ടേഴ്സും പ്രേക്ഷകരും ഒന്നിച്ച് നടത്തുന്ന ഒരു യാത്ര. അപ്പോൾ ഈ യാത്രയിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുവരികയും ഇവരൊരു ടേബിളിന് ചുറ്റും ഇവരെ ഇരുത്തി ഇവർക്ക് കാപ്പിയും കടലയും ഒക്കെ കൊടുക്കുന്നു. ആദ്യം നമ്മൾ കടല എല്ലാവർക്കും ഷെയർ ചെയ്യും. ഈ കടല നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ കഴിക്കുമല്ലോ, അവർ സ്വാഭാവികമായിട്ട് കഴിക്കും. രണ്ടാമത് വീണ്ടും കടല കൊടുത്തിട്ട് പറയും, ഇനി ഞങ്ങളുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് നിങ്ങൾ ഈ കടല കഴിക്കേണ്ടത്. അവിടെ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആൾക്കാർക്കൊരു കൺഫ്യൂഷനായി, എന്താ ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മളൊരു ഓവർ പവർ ചെയ്യുന്ന പോലെയൊക്കെ ആൾക്കാർക്ക് ചിലപ്പം തോന്നാം. പക്ഷെ നമ്മൾ അതിനെ വളരെ സ്മൂത്തായിട്ട് അവരോട് പറയുന്നു, ഞങ്ങളെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് കഴിക്കുക. ഇതേപോലെ പല ഘട്ടത്തിലും ചില നിർദ്ദേശങ്ങൾ ഈ പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിനെ ഫോളോ ചെയ്താൽ ഈ പെർഫോമൻസിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ വരാൻ പറ്റും. അപ്പോൾ ഇവർ കടല വായിൽ വയ്ക്കുന്നു. കടല കഴിക്കാൻ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഏറ്റവും പതിയെ ചവച്ചരച്ച് നിങ്ങൾക്ക് തരുന്ന വെൽക്കം ഡ്രിങ്കാണിത്. കടലയെ നിങ്ങൾ ഡ്രിങ്കാക്കി മാറ്റി പതിയെ ഇറക്കുക എന്ന് പറയും. അപ്പോൾ ഇവർ ചവച്ചരയ്ക്കാൻ എടുക്കുന്ന സമയവും 15 പേര് ഒന്നിച്ച് കടല ചവയ്ക്കുന്ന ശബ്ദമൊക്കെ തിയേറ്ററിക്കലായിട്ട് മാറാൻ തുടങ്ങും. കാരണം നമ്മൾ ആ ഒരു സൈലൻസിലിരുന്ന് 15 പേരും ചവച്ചരച്ച് അവർ പതിയെ കഴിക്കാൻ തുടങ്ങും. പതിയെ കഴിച്ചു കഴിഞ്ഞാൽ അവരോട് അടുത്ത ചോദ്യം ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾ ആദ്യം കടല കഴിച്ചപ്പോഴും ഇപ്പം കഴിച്ചപ്പോഴുള്ള വ്യത്യാസം? അപ്പം പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, നമ്മുടെ ടേസ്റ്റ് ബഡ്സുകൾ ഓപ്പൺ ആവും ആ സമയം നമ്മൾ കൊടുക്കുമ്പോൾ. ടേസ്റ്റും മധുരവും ഒക്കെ കൂടാൻ തുടങ്ങും. അപ്പം ചില ആൾക്കാർ വളരെ ഓപ്പണായിട്ട് പറയും ടേസ്റ്റിൽ മാറ്റം വന്ന്. കാരണം പതിയെ കഴിച്ചാൽ ടേസ്റ്റിൽ മാറ്റം വരും. ചിലർ പറയും എനിക്ക് അങ്ങനെ വ്യത്യാസം തോന്നിയിട്ടുണ്ടായില്ല, ഞാൻ ആദ്യവും വളരെ എൻജോയ് ചെയ്തിട്ടാണ് കഴിച്ചത്, അങ്ങനെ ഒക്കെ പറയുന്ന ആളുകൾ. അപ്പോൾ ഇത് നമ്മുടെ ഈ പെർഫോമൻസിലേക്കുള്ള ഒരു കീ ആയിരുന്നു. നമ്മൾ ആദ്യം കടല കഴിച്ച പോലെ നമുക്ക് ഒരു നാടകം ഇരുന്ന് കാണാം, കൈയടിക്കാം, കുക്കി പിടിക്കാം, ആർപ്പ് പിടിക്കാം. ഈ പെർഫോമൻസിന് വേണ്ടത് ഈ രണ്ടാമത് കടല കഴിച്ച ഒരു കോൺസെൻട്രേഷനാണ്. അതോടുകൂടെ പിന്നെ ഇവരെ കണ്ണ് കെട്ടിയിട്ടാണ് നമ്മൾ നടത്താൻ തുടങ്ങുന്നത്. ചെരുപ്പുകളൊക്കെ നേരത്തെ ഉരി വാങ്ങിച്ചിട്ടുണ്ടാവും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്പേസിലൂടെ ഇരുട്ടിലൂടെ ഇവർ നടക്കുകയാണ്. കാലിനകത്ത് വരുന്ന പല പല മണ്ണിലൂടെ, മണലിലൂടെ, കരിയിലകളിലൂടെ, കല്ലിലൂടെ നടത്തി അവസാനം വെള്ളം ഫില്ല് ചെയ്തിട്ടുള്ള ഒരു മുറിയിലേക്കാണ് എത്തുന്നത്. അങ്ങനെ പല ഈ 18 സ്ഥലങ്ങളും കഴിഞ്ഞ് വരുമ്പോൾ ഏറ്റവും അവസാനം വരുന്നത് എന്താ വെച്ചാൽ ഈ ആക്ടേഴ്സിൻ്റെ തന്നെ ഡെത്ത് റിച്വൽ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്.
ആക്ടേഴ്സിന് എല്ലാവരെയും വാഴയിലയിലൊക്കെ കിടത്തി അവർക്കുള്ള ഡെത്ത് റിച്വലുകൾ കൊടുത്ത് നമ്മൾ ഒരു എന്താ പറയുക വളരെ ഒരു ഗ്രൂപ്പ് വർക്കായിട്ട് ഫോം ചെയ്ത് വന്നിട്ടുള്ളൊരു സാധനമാണ്. അപ്പം നമ്മൾ ഇത് ഫോം ചെയ്യുമ്പോൾ തന്നെ പലരും പറഞ്ഞിട്ടുണ്ടായി നമ്മളൊരു ഹിന്ദു ട്രഡീഷൻ റിച്വലുകളാണ് യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകളുടെ റിച്വലുകൾ യൂസ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞിരുന്ന ഒരു കാര്യം, അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ കൂടെ അന്ന് ആക്ടേഴ്സായിട്ട് വന്ന ആളുകളുടെ അവരുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ കൂടെ ഒരു മുസ്ലിം സഹോദരൻ അല്ലെങ്കിൽ മുസ്ലിം സഹോദരിയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളോ ഉണ്ടായിരുന്നില്ല. ഞാനിത് ഹൈദരാബാദിൽ ചെയ്തപ്പം ഓരോ കൾച്ചറിലും തെലുങ്കരായിട്ടുള്ള ആളുകളുടെ, പിന്നെ മിസോറാമിലുള്ള എൻ്റെ സുഹൃത്തിൻ്റെ, അവരുടെയൊക്കെ കൾച്ചർ ഇതിലേക്ക് വന്നിരുന്നു. എനിക്ക് വളരെ വിഷ്വലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ. ശ്രീലങ്കൻ കൾച്ചറിനകത്തുള്ള ഒരു ശ്രീലങ്കൻ ആക്ടർ അതിനകത്ത് അഭിനയിച്ചിരുന്നു. അപ്പോൾ ഇവരുടെ അനുഭവത്തിൽ നിന്നും അവരുടെ ഓർമ്മയിൽ നിന്നുമാണ് ഈ സാധനം എടുക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയി വർക്ക് ചെയ്യുന്ന ഇമേജ് പോലും ഞാൻ വേണ്ടാന്ന് വെച്ചു. ഞാൻ നാട്ടിൽ വന്ന് ചെയ്യുന്ന സമയത്ത് അവരുടെ അനുഭവത്തിൽ എന്താണ് ഡെത്തുമായിട്ട് കണക്ട് ചെയ്യുന്നത്, അതാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ ഇവരുടെ ഡെത്ത് റിച്വൽ ചെയ്ത് ഒരു 10 മിനിറ്റ് ഇവരെ ഇരുട്ടിലങ്ങ് കിടത്തും. ഓഡിയൻസ് മുഴുവൻ ഒരു ധ്യാനം പോലെ കിടന്ന് എഴുന്നേറ്റ് വരിക എന്നുള്ളൊരു സാധനം. അന്ന് ഞാൻ മാത്രമാണ് ആ ഹാളിൽ ഉണ്ടാവുക, ആക്ടേഴ്സൊക്കെ പുറത്തിറങ്ങും. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും ഇവരുടെ ഒരു സമയം, ഇവരിത് എൻജോയ് ചെയ്യുന്നുണ്ടോ, ഒരു ഘട്ടത്തിൽ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ട് ഒരാളൊന്നും അറിയാൻ മതി. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യും. പെർഫോമൻസ് എൻഡ് ചെയ്യാണ്, ആളുകൾ കൈയടിക്കില്ല. ഞാൻ എൻ്റെ ആക്ടേഴ്സിനോട് പറഞ്ഞ ഈ പെർഫോമൻസ് കഴിഞ്ഞ് ആരെങ്കിലും കൈയടിച്ചാൽ നമ്മുടെ പെർഫോമൻസ് പരാജയപ്പെട്ടു എന്ന് കരുതിയാൽ മതി. കാരണം ആൾക്കാർ കൈയടിക്കാൻ പറ്റാത്ത ഒരു ധ്യാനത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ അന്വേഷണം. ആൾക്കാർ അവർക്കുള്ളൊരു സമയം നമ്മൾ കൊടുക്കും, അവർക്ക് എഴുന്നേക്കാൻ. ഡോറ് തുറക്കും, ചെറിയൊരു ബീം ലൈറ്റ് ഈ ഹാളിലേക്ക് വരും. ഓരോ ആൾക്കാർ അവരുടേതായ സമയമെടുത്ത് ഈ വാഴയിലയിലാണ് കിടക്കുന്നത്. അവർ എഴുന്നേൽക്കുമ്പോൾ തന്നെ വാഴയില ഇങ്ങനെ പൊട്ടുന്ന ശബ്ദം, അതുവരെ തിയേറ്ററിനകത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഓരോ ആൾക്കാരും എഴുന്നേൽക്കുന്നതിൻ്റെ ഒരു സ്പീഡ്. ചിലർ എഴുന്നേൽക്കില്ല, ചിലർ അവിടെ തന്നെ കിടക്കും. ചിലർ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഞാനൊരു 10 മിനിറ്റ് കൂടെ അവിടെ പോയി കിടക്കട്ടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ചിലർ പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പല രീതിയിലുള്ള അനുഭവങ്ങളെ എങ്ങനെ മർജ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു അന്വേഷണമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ ഈ സ്കൂൾ ഓഫ് ഡ്രാമ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയിട്ട് നമ്മളെ പുതിയ ഏറ്റവും പുതിയ അവസ്ഥയിൽ എൻ്റെ അന്വേഷണങ്ങൾ ഈ രീതിയിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് നമ്മളൊരു സ്ഥിരം നാടക സങ്കല്പത്തിൽ നിന്ന് മാറിയിട്ട് എങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മനുഷ്യൻ വന്ന് ഒരാളെ ഹഗ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഈ എക്സ്പീരിയൻസ് എങ്ങനെ തിയേറ്ററിക്കലാക്കി മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അതിനകത്ത് ഒരു പക്ഷേ വലിയ ഡയലോഗോ ടെക്സ്റ്റോ കഥയോ ഒന്നും ഉണ്ടാവണമെന്നില്ല, നമുക്ക് അത് രസകരമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ യോക്കോ ഓനോ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ്, പേരങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ. അവർ 1960 ചെയ്തിട്ടുള്ളൊരു പെർഫോമൻസ്, കട്ട് പീസ് എന്ന് പറഞ്ഞിട്ടൊരു പെർഫോമൻസ്. ഒന്നുമില്ല, ഈ ആക്ട്രസ് അവരൊരു പെർഫോമൻസ് ആർട്ടിസ്റ്റാണ്. അവർ സ്റ്റേജിൽ വന്നിരിക്കും, അവരുടെ കയ്യിലൊരു കത്രിക ഉണ്ടാവും. എന്നിട്ട് ഈ കത്രിക 100 കണക്കിന് വരുന്ന പ്രേക്ഷകർക്ക് ഇവർ കൊടുക്കും. ഈ കത്രികയായിട്ട് വന്നിട്ട് നമുക്ക് അവരുടെ ഡ്രസ്സിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അവരിങ്ങനെ കണ്ണടച്ച് അവിടെ ഇരിക്കും. 100-200 ആൾക്കാർ ഒരു സ്ത്രീയുടെ ഡ്രസ്സ് കട്ട് ചെയ്ത് കളഞ്ഞാൽ ആ ഇമേജും അവർ പറയാൻ ഉദ്ദേശിക്കുന്ന സാധനം, അവർ ഏറെക്കുറെ അവരുടെ ഡ്രസ്സ് മുഴുവൻ കീറും. ഫുൾ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ഒരാളെ 200 പേരിങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ വേറെ പ്രത്യേകിച്ച് ഡയലോഗൊന്നും പറയേണ്ട കാര്യമില്ല, നമ്മളെ അത് ഹോണ്ട് ചെയ്യാൻ തുടങ്ങും. ആ സ്ത്രീയുടെ ഇമേജ് തന്നെ നമ്മളെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങും. എങ്ങനെയാണ് അത്തരം പെർഫോമൻസുകൾ ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ആലോചനകൾ തുടങ്ങേണ്ട സമയമായി. ഇത് 1960കളിൽ തുടങ്ങിയതാണ് ലോകത്തിൽ. നമ്മളിപ്പോഴും എവിടേക്കോ മത്സര നാടകത്തിനകത്തും വളരെ ലൗഡായിട്ട് പൊളിറ്റിക്സ് പറയുന്നതിനകത്തും നമ്മുടെ ഒരു ലെഫ്റ്റ് ധാര നമ്മുടെ ആർട്ടിനകത്ത് ഇടപെട്ടത് അത്ര പോസിറ്റീവായിട്ടല്ല എന്ന് നമ്മളിപ്പോൾ റീഡ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ പൊളിറ്റിക്സ് എന്ന് നമ്മൾ പറയുന്നത് പോലും കൃത്യമാണോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. കാരണം അങ്ങനെയാണോ പറയേണ്ടത്? നമുക്കൊരു പ്രൊപ്പഗൻഡ സ്റ്റൈലാണ് നാടകത്തിന് മുഴുവൻ ആളുകളിലേക്ക് വരുന്നത്. വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള
അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ആവണമെന്നില്ല, വളരെ പേഴ്സണൽ ആയിട്ടുള്ള വളരെ മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസ് കൂടെ തിയേറ്ററിനുണ്ട്. അത് കണ്ടെത്താനുള്ളൊരു ശ്രമം, അതിനകത്ത് നമുക്ക് എങ്ങനെ പൊളിറ്റിക്കൽ ആവാൻ പറ്റും. നമ്മുടെ ഞാനെപ്പോഴും വിചാരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എൻ്റെ പൊളിറ്റിക്സും എൻ്റെ അപ്പൊളിറ്റിക്സും എൻ്റെ വർക്കിനകത്ത് ഉണ്ടാവണം. നിങ്ങൾ വലിയ സ്ത്രീപക്ഷ നാടകം ചെയ്യുകയും അതിനേക്കാൾ കടുത്ത സ്ത്രീ വിരോധിയാവുകയും അല്ലെങ്കിൽ സ്ത്രീകളെ യൂസ് ചെയ്യുന്ന ആളെ ബുദ്ധിമുട്ടിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ നാടകത്തിലൂടെ പറയുന്ന സ്ത്രീപക്ഷത്തിൽ എനിക്ക് വിശ്വാസമല്ല. നിങ്ങൾ കുത്തകകളെ ഭയങ്കരമായിട്ട് എതിർക്കുകയും കുത്തകളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അതൊരു റിയാലിറ്റിയാണ്. ഏത് കോർപ്പറേറ്റിനെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ലൈഫിനകത്ത് നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം കോർപ്പറേറ്റുകളുടെ കയ്യിലാണ്. അപ്പം നമ്മൾ ഇതിനെങ്ങനെ കോർപ്പറേറ്റുകളെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ആർട്ടിസ്റ്റുകൾക്കില്ല. പക്ഷെ എങ്ങനെയാണ് നമ്മൾ ഈ പ്രപ്പോസൽ മുന്നോട്ടേക്ക് വെക്കുക ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ? ഇത്തരം തിയേറ്ററിനെ കുറിച്ച് ഒരു എവിടേക്കോ അതിൻ്റെ ഒരു ക്ലാരിറ്റി ഭയങ്കര രസകരമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും മറ്റ് പല ക്ലാരിറ്റി ഇല്ലാത്ത ഏരിയകൾ എങ്ങനെ ഇതിനകത്തേക്ക് വരണം, വീണ്ടും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അന്വേഷണമാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ പേഴ്സണലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ തന്നെ കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യുക, അത് ക്ലിയർ ചെയ്ത് വരുന്ന ഒരു മൊമെൻറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് വീണ്ടും മാറിക്കൊണ്ടിരിക്കാം. പക്ഷേ ചില ബേസിക് കാര്യങ്ങളിൽ നമുക്കൊരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളെ യാത്രയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത്.